എല്ലാവർക്കും നമസ്കാരം. അടുത്ത ശ്ലോകം പറയാം നമുക്ക്. 21-ാമത്തെ ശ്ലോകമാണ്. തത പരിവൃതസ്ഥാഭിരീശാനോ ദേവശക്തിഭി ഹന്യന്താമസുരാശീഘ്രം മമ പ്രീത്യാഹ ചണ്ഡികാം. തതഃ അനന്തരം താഭിः ദേവശക്തിഭിः ആ ബ്രഹ്മാദികളായ ആ ബ്രാഹ്മ്യാദികളായ എന്നാണ് ദേവശക്തികളാൽ, അതായത് സപ്തമാതൃക്കൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, നരസിംഹി, ഐന്ദ്രി, ഇങ്ങനെ ഈ സപ്തമാതൃക്കളുടെ ശക്തികളാൽ ചുറ്റപ്പെട്ടവനായ മഹേശ്വരൻ, അതായത് ശിവൻ, മമ പ്രീത്യ എൻ്റെ പ്രീതി നിമിത്തം എന്നാണ്, എൻ്റെ മമത നിമിത്തം, സ്നേഹനിമിത്തം, ശീഘ്രം വേഗത്തിൽ, അസുരാഹ ഹന്യന്താം അസുരന്മാർ വധിക്കപ്പെടണം. ഹന്യന്താം എന്ന് പറഞ്ഞാൽ ഹനിക്കപ്പെടണം, വധിക്കപ്പെടണമെന്ന് ചണ്ഡികാം ആഹ ചണ്ഡികാദേവിയോട് പറഞ്ഞു. അപ്പോൾ ദേവശക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പരമേശ്വരൻ തൻ്റെ പ്രീതി നിമിത്തം, അതായത് എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഈ അസുരന്മാരെ നിഗ്രഹിക്കണമെന്ന് ചണ്ഡികാദേവിയോട് പറഞ്ഞു. ഇവിടെ ചണ്ഡിക ശംഭുവാണ് ശിവൻ അല്ലേ? എൻ്റെ പ്രീതി നിമിത്തം, പ്രീതി കൊണ്ട് നിങ്ങൾ അസുരന്മാരെ വേഗം വധിക്കണമെന്ന് ചണ്ഡികയോട് പറഞ്ഞു. ഇവിടെ ദേവശക്തി ശരീരേഭ്യോ വിനിഷ്ക്രമ്യ തദ്രൂപൈശ്ചണ്ഡികാം യയുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മേശ ഗുഹ വിഷ്ണൂനാം തഥേന്ദ്രസ്യ ച ശക്തയഃ എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദേവശക്തിയുടെ ആഗമനാനന്തരം, അതായത് അവരെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ശക്തിയാണ് ഇപ്പോൾ ചണ്ഡികാദേവി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വാമിനിയായിരിക്കുകയാണ് ചണ്ഡികാദേവി. അപ്പോൾ ഈശാനശക്തിയായിരിക്കുന്ന ചണ്ഡികാദേവി ദേവശക്തികളോട് നിങ്ങൾ എൻ്റെ പ്രീതിക്ക് വേണ്ടി വേഗത്തിൽ അസുരന്മാരെ നിഗ്രഹിക്കണം എന്ന് പറഞ്ഞതായും എടുക്കാം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തതോ ദേവീ ശരീരാത്തു വിനിഷ്ക്രാന്ത്യാദിഭീഷണ ചണ്ഡിക ശക്തിരത്യുഗ്ര ശിവ ശതനിനാദിനി എന്ന് പറഞ്ഞിരിക്കുകയാണ്. തതഃ അനന്തരം അതിഭീഷണ ഏറ്റവും ഭയങ്കര രൂപത്തിൽ ഭയങ്കരിയായി, അത്യുഗ്ര ഉഗ്രയായി, അതായത് അതിരൗദ്രഭാവത്തിൽ, ശിവ ശതനിനാദിനി അസംഖ്യം ശൃഗാലങ്ങളുടെ ശബ്ദത്തോടു കൂടിയവളായിട്ട്, അനേകം ഈ ചെന്നായ്ക്കളുടെ ഇതാണ് ശൃഗാലം, കുറുക്കൻ ഒക്കെയാണ് ശൃഗാലം എന്നുദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ശതം 100 അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ആ ശൃഗാലങ്ങളുടെ ശബ്ദത്തോടു കൂടിയവളായി ചണ്ഡികാശക്തി, ചണ്ഡികയുടെ ശക്തി, ദേവീ ശരീരാത് ദേവിയുടെ ശരീരത്തിൽ നിന്ന് വിനിഷ്ക്രാന്ത ഉദ്ഭവിച്ചു. അപ്പോൾ ചണ്ഡികാ ശരീരത്തിൽ നിന്ന് ഭയങ്കര ശബ്ദത്തോടുകൂടി അതിരൗദ്രമായി ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ തഥാ ശിവ അനന്ത അതായത് ശിവ ശതനിനാദിനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനേകം 100 കണക്കിന് എന്നാണ് അസുരന്മാർ വധിക്കപ്പെടണമെന്നുള്ള ഈ ആ ഉത്തരവ്, അതായത് ആജ്ഞ കിട്ടിയ നിമിഷം തന്നെ ചണ്ഡികാ ശരീരത്തിൽ നിന്നും ഭയങ്കര ശബ്ദം അതിരൗദ്രമായി അസംഖ്യം, അതായത് 100 കണക്കിന് കുറുക്കന്മാരുടെ ശബ്ദം, കുറുക്കന്മാർ ഓരിയിടുന്ന ശബ്ദം പോലെയുള്ള ശബ്ദമാണ് ശൃഗാലങ്ങളുടെ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചണ്ഡികാശക്തി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ശബ്ദത്തോട് ഈ കുറുക്കൻ്റെ ശബ്ദം പോലെയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നവളായി ചണ്ഡികാശക്തി പ്രത്യക്ഷപ്പെട്ടു. ഇനി ശിവ ഗൗരി ശൃഗാലയോഹോ എന്ന് പറയുന്നുണ്ട്. അതായത് ശിവ ശബ്ദത്തിന് പരമേശ്വരി എന്നാണ് അർത്ഥം, ശതനിനാദിനി എന്ന വിശേഷണമാണ് അവിടെ. ഇനി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യസ്യ ദേവസ്യ ദ്രൂപം യഥാഭൂഷണ വാഹനം തദ്വദേവ ഹി തച്ഛക്തിരസുരാൻ യോദ്ധുമായയോ എന്ന്. അതായത് ഏത് ദേവൻ ഏത് രൂപത്തിൽ ഏത് ആഭൂഷണം അണിഞ്ഞിരിക്കുന്നുവോ, ഏത് വാഹനത്തിലിരിക്കുന്നുവോ അതുപോലെ വന്ന് ദേവിയിൽ പ്രാപിച്ചു എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശിവ എന്ന പേരോട് കൂടിയവളായി സർവത ശബ്ദായമാനമായിരിക്കുന്ന ചണ്ഡികാദേവി വിനിർഗമിച്ചു എന്നാണ് താല്പര്യം. അല്ലെങ്കിൽ അനേകം കുറുക്കന്മാരുടെ ശബ്ദത്തോടു കൂടിയവൾ എന്ന് വേണമെങ്കിലും പറയാം. ഇനി ഈ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറുക്കന്മാർ ഓരിയിടുന്ന പോലെ ശൃഗാലം എന്തായാലും വേർഡ് മീനിങ് കുറുക്കൻ എന്ന് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത ശ്ലോകം നോക്കാം. സ ചാഹ ധൂമ്രജടിലം ഈശാനം അപരാജിത ദൂതത്വം ഗച്ഛ ഭഗവൻ പാർശ്വം ശുംഭനിശുംഭയോഹോ. ഇനി അപരാജിത, ആരാലും ജയിക്കപ്പെടാത്തവളായ ആ ചണ്ഡികാശക്തിയും ധൂമ്രജടിലം ചുവന്ന ജടയോടുകൂടിയവനായ ഈശാനം,
ഇവിടെ ഈശാനൻ പരമേശ്വരനാണ്. ഭഗവൻ ത്വം ദൂതഃ, ഹേ ഭഗവാനെ അങ്ങ് ദൂതനായിട്ട് ശുംഭനിശുംഭയോഹോ പാർശ്വം, ശുംഭനിശുംഭന്മാരുടെ സമീപത്തേക്ക് ഗച്ഛാഹ ഗമിച്ചാലും എന്ന് പറഞ്ഞു. ഇവിടെ ചണ്ഡികാശക്തിയായിരിക്കുന്ന ദേവത ചെമ്പിച്ച ജടയോടുകൂടിയവനായി ശൂലം ധരിച്ച് കപാലധാരിയായി മൃത്യുവിനെ ജയിച്ചവനായിരിക്കുന്ന ആ ഭഗവാനോട്, പരമേശ്വരനോട്, രുദ്രനോട്, അല്ലയോ ഭവാൻ ദേവീശക്തിയായി എൻ്റെ ദൂതഭാവത്തെ ഭജിച്ചാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൂതനായി ശുംഭനിശുംഭന്മാരുടെ സമീപത്തേക്ക് പോയാലും അല്ലെങ്കിൽ അവരെ പ്രാപിച്ചാലും എന്ന് പറയുകയാണ്. ധൂമ്രം ജഡിലം എന്ന് രണ്ട് വാക്കാണ്. ധൂമ്രൻ അസുരന്മാരുടെ വിഷയത്തെ ആണ്. കോപാഗ്നിപൂർണനാകയാലാണ് ധൂമ്ര വർണ്ണത്തോടു കൂടിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ജഡിലൻ എന്ന് പറഞ്ഞാൽ ജഡയോട് കൂടിയവനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബ്രൂഹി ശുംഭം നിശുംഭം ച ദാനവാവതിഗർവിതൗ യേ ചാന്യേ ദാനവാസ്തത്ര യുദ്ധായ സമുപസ്ഥിതാഃ. ഇവിടെ അതിഗർവിതൗ എന്ന് പറഞ്ഞാൽ ഗർവം അഹങ്കാരമാണ്. അതിഗർവിതൗ എന്ന് പറഞ്ഞാൽ അത്യഹങ്കാരികളായിരിക്കുന്ന ദാനവൗ, രണ്ട് ദാനവന്മാരെയും കൂടിയാണ് പറഞ്ഞിരിക്കുന്ന അസുരന്മാർ. ദാനവൗ ശുംഭം നിശുംഭം ച, ശുംഭനോടും നിശുംഭനോടും തത്ര യുദ്ധായ സമുപസ്ഥിതാഃ, അവിടെ യുദ്ധത്തിനായി വന്നിരിക്കുന്ന വന്നിരിക്കുന്നവർ, അന്യേ ദാനവാഹ ച, മറ്റുള്ള അസുരന്മാരുണ്ടോ അവരോടും. അപ്പോൾ അതിഗർഭിതന്മാരായിരിക്കുന്ന അഹങ്കാരികളായിരിക്കുന്ന ആ ശുംഭനോടും നിശുംഭനോടും അതുപോലെ അവിടെ യുദ്ധത്തിനായി ഉപസ്ഥിതരായിരിക്കുന്ന, യുദ്ധത്തിനായി വന്നിരിക്കുന്ന മറ്റ് അസുരന്മാരോടും, അന്യേ ദാനവാഹ ച എന്ന് പറഞ്ഞാൽ മറ്റ് അസുരന്മാരോടും ബ്രൂഹി ഭവാൻ പറഞ്ഞാലും. ഇവിടെ ദേവി പറയുന്നതാണ് അങ്ങനെ അല്ലേ. ഭവാൻ പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ ദൂതനായി പോയി പറഞ്ഞാലും എന്ന് അർത്ഥം. ദേവന്മാരെ ജയിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് തുല്യമായി യുദ്ധശൂരന്മാർ ആരുമില്ല എന്നുള്ള അഹങ്കാരത്തോടു കൂടിയിരിക്കുന്ന ശുംഭനും നിശുംഭനുമാണ്. അപ്പോൾ അവരോട് പോയി പറഞ്ഞാലും. ഇനി അടുത്ത ശ്ലോകം. ത്രൈലോക്യമിന്ദ്രോ ലഭതാം ദേവാഹ സന്തു ഹവിർഭുജഃ യൂയം പ്രയാത പാതാളം യതി ജീവിതുമിച്ഛത. ഈ ജീവിത്തും എന്ന് പറഞ്ഞാൽ ജീവനോട് കൂടിയിരിക്കുന്നതിന്. ഇച്ഛത യതി, ഇച്ഛത എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുന്നു, ആഗ്രഹിക്കുന്നു എങ്കിൽ, ജീവനോടെ കൂടിയിരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, അതായത് മരിക്കണ്ട എന്നുണ്ടെങ്കിൽ. യൂയം പാതാളം പ്രയാത, അതായത് യൂയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ്. പാതാളത്തെ പ്രാപിച്ചാലും. ഇന്ദ്രഹ ത്രൈലോക്യം, ഈ ദേവേന്ദ്രൻ 3 ലോകങ്ങളെ ലഭതാം ലഭിക്കട്ടെ. അങ്ങനെ ഇവർ അസുരന്മാർ പാതാളത്തിലേക്ക് പോയാൽ അവർ കൈയടക്കി വെച്ചിരിക്കുന്ന ആ ദേവേന്ദ്രൻ്റെ ലോകം, അതായത് 3 ലോകങ്ങളും തിരിച്ചു കിട്ടുമല്ലോ. അപ്പോൾ ഇന്ദ്രന് അത് മടക്കി കിട്ടും. ഇന്ദ്രൻ 3 ലോകങ്ങളെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ദ്രന് ലഭിക്കട്ടെ. ദേവാഹ ദേവന്മാർ, ഹവിർഭുജഃ സന്തു, ഹവിസിനെ ഭക്ഷിക്കുന്നവരായിട്ട് ഭവിക്കട്ടെ. അപ്പോൾ ഭൂലോകത്തിൽ നടക്കുന്ന യജ്ഞങ്ങളുടെയൊക്കെ ഭോക്താവ് ദേവേന്ദ്രനും മറ്റ് ദേവന്മാരുമാണ്. അവരാ ഹവിസ് അഗ്നിയിൽ നിന്ന് ആ യജ്ഞ ഫലമായ ആ ഹവിസ് ദേവന്മാർ ഭുജിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ അല്ലയോ ശുംഭാദികളായ അസുരന്മാരെ, അത്യന്തം ഗർഭികളായ അഹങ്കാരികളായ അസുരന്മാരെ, നിങ്ങൾ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ, അതായത് ജീവനോടുകൂടി ഇരിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ പാതാളത്തിലേക്ക് ഗമിക്കുക, പോവുക. ഇന്ദ്രൻ ത്രൈലോക്യത്തെ, ഇന്ദ്രന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇന്ദ്രൻ ത്രൈലോക്യം 3 ലോകങ്ങളും ലഭിക്കും. ഇന്ദ്രാദി ദേവന്മാർക്ക് ഈ യാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഹവിസ് ഭക്ഷിക്കുവാനും സാധിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ സർവർക്കും ഹിതത്തെ ചെയ്യുന്ന ദേവീശക്തി, അതായത് ചണ്ഡികാശക്തി ശുംഭാദികളോട് ഉപദേശിക്കുകയാണ് ഇങ്ങനെ. അവർക്ക് ഹിതമാകും വിധം മരിക്കണ്ട എന്നുണ്ടെങ്കിൽ ഓടിപ്പോയി പ്രാണനെ രക്ഷിച്ചോളാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ശ്ലോകം. ബലാവലേപാദധ ചേദ്ഭവന്തോ യുദ്ധകാംക്ഷിണഃ തഥാ ഗച്ഛത തൃപ്യന്തു മച്ഛിവ പിശിതേന വാ. അധ ചേത്, അല്ലെങ്കിൽ, അങ്ങനെ ഓടിപ്പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ, ഭവന്തഃ ബലാവലേപാത്, നിങ്ങൾക്ക് ബലമുണ്ടെന്നുള്ള അഹങ്കാരം നിമിത്തം, യുദ്ധകാംക്ഷിണഃ, യുദ്ധത്തെ കാക്ഷിക്കുന്നുവെങ്കിൽ, അതായത് യുദ്ധത്തിന് ആഗ്രഹിക്കുന്നവരായിരിക്കുന്നുവെങ്കിൽ, തത് ആഗച്ഛത, അങ്ങനെ ഉണ്ടെങ്കിൽ വന്നാലും. മച്ഛിവ, ഇവിടെ മച്ഛിവാഹ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറുക്കന്മാർ, എൻ്റെ ശൃഗാലങ്ങൾ, നിങ്ങളുടെ മാംസം കൊണ്ട്
പിശിതേന പിശിതേന തൃപ്യന്തു തൃപ്യന്തു തൃപ്തിപ്പെടട്ടെ. നിങ്ങളുടെ മാംസം കൊണ്ട് എൻ്റെ കുറുക്കന്മാർ തൃപ്തിപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളെയെല്ലാം ഞാൻ കൊല്ലും, ആ മാംസം കൊണ്ട് എൻ്റെ കുറുക്കന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ മാംസം എൻ്റെ കുറുക്കന്മാർക്ക് ഭക്ഷണമായി തീരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അസുരന്മാരായിരിക്കുന്ന നിങ്ങൾ ബലം കൊണ്ട് ഉള്ള ഗർവ് നിമിത്തം അഹങ്കാര നിമിത്തം യുദ്ധാഗ്രഹികൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്നോടുകൂടി യുദ്ധത്തിനായി വന്നാലും നിങ്ങൾ അതിൻ്റെ ഫലം അനുഭവിക്കും. എൻ്റെ പരിവാരങ്ങളായ കുറുക്കന്മാർ അതായത് ശൃഗാലങ്ങൾ യുദ്ധത്തിൽ അതായത് നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ മാംസം ഭക്ഷിച്ച് തൃപ്തിപ്പെടട്ടെ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ വേറെ അതായത് കുക്കുരാശ്ച ശൃഗാലാശ്ച ഹരിണാശ്ച തഥാ വയ പ്രിയ ഭവന്തി ശക്തീനാം ഭൈരവാണാം ച വൈ തഥാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വരാഹപുരാണത്തിൽ എന്നോടുകൂടി ശബ്ദിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ശൃഗാലങ്ങൾ എന്നാണ് മച്ഛിവ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം. യതോ നിയുക്തോ ദൗത്യേന തയാ ദേവ്യ ശിവസ്വയം ശിവദൂതീതി ലോകേസ്മിൻ തത സാ ഖ്യാതിമാഗത. യതഃ യാതൊന്നു ഹേതുവായിട്ട് തയാ ദേവ്യ ആ ദേവിയാൽ ശിവൻ സ്വയം ദൗത്യേന നിയുക്ത ദൂതഭാവത്തോടുകൂടി നിയോഗിക്കപ്പെട്ടുവോ. ദൗത്യത്തിനായി അതായത് ദൂതിനായിക്കൊണ്ട് നിയുക്തനാക്കപ്പെട്ടു. തതഃ സ അത് ഹേതുവായിട്ട് ആ ചണ്ഡികാദേവി അവൾ അസ്മിൻ ലോകേ ആ മനുഷ്യലോകത്തിൽ ശിവദൂതി എന്ന് ഖ്യാതിം ആഗത പ്രസിദ്ധിയെ പ്രാപിച്ചു. ഇവിടെ ചണ്ഡികാദേവിക്ക് ശിവദൂതി എന്ന് പേര് വന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. എങ്ങനെ അവൾ പ്രസിദ്ധയായി എന്ന്. എന്ത് കാരണം കൊണ്ട് ചണ്ഡികാശക്തിയായ ദേവിയാൽ താനേ തന്നെ പരമേശ്വരൻ ദൂതനായിക്കൊണ്ട് പ്രേരിതനായോ ആ കാരണം കൊണ്ട് തന്നെ ചണ്ഡികാശക്തിയായ ദേവത ഈ മനുഷ്യലോകത്തിൽ ശിവദൂതി എന്ന് പ്രസിദ്ധയായി എന്ന് താല്പര്യം. ഇവിടെ ശിവദൂതി ശിവനാൽ സന്ദേശത്തെ പ്രാപിക്കപ്പെട്ടവൾ എന്നാണ് ശിവദൂതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ശിവനെ ദൂതനാക്കി അയച്ചവൾ അല്ലെങ്കിൽ ശിവൻ ദൂതനായുള്ളവൾ എന്നും ശിവദൂതി എന്ന വാക്കിനർത്ഥമുണ്ട്. അടുത്ത ശ്ലോകം നോക്കുക. തേപി ശ്രുത്വാ വചോ ദേവ്യ ശർവാഖ്യാതം മഹാസുരാഹ അമർഷാപൂരിതാ ജഗ്മുരി കാത്യായനീ സ്ഥിത. ഇനി തേപി ശ്രുത്വാ തേ അപി ശ്രുത്വാ മഹാസുരാഹ ശ്രുത്വാ കേട്ടിട്ട് തേ അപി ആ ശുംഭാദി മഹാസുരന്മാരും ശർവാഖ്യാതം ഇവിടെ ശർവൻ ശിവനാണ്. ആഖ്യാതം പറയപ്പെട്ട ദേവ്യാഹ വചഃ ദേവിയുടെ വചനങ്ങളെ അമർഷാപൂരിതാഹ അമർഷം കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ കോപം കൊണ്ട് നിറഞ്ഞു, അതായത് അവർ കോപിതരായി എന്നർത്ഥം. കാത്യായനി ആ ദേവി യഥഃ ഏതൊരു ദിക്കിലാണോ സ്ഥിത ജഗ്മുഹു എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദേവി എവിടെയാണോ ഇരിക്കുന്നത് ജഗ്മുഹു അവിടേക്ക് ഗമിച്ചു പോയി. ഈ ശുംഭാദി മഹാസുരന്മാർ പരമേശ്വരനല്ല അതായത് ശിവദൂതനായി ദേവിയുടെ ദൂതനായി ശിവൻ ചെന്ന് ശുംഭാസുരന്മാരോട് ഉണർത്തിച്ച വാക്കുകളെ കേട്ടിട്ട് അവർ വളരെയധികം കോപിഷ്ഠരാകുകയും ഇത് ആ വാക്കുകൾ കൊണ്ട് ഒട്ടും അതിനോട് യോജിക്കാതെ വളരെയധികം ജ്വലിച്ച കോപത്തോടെ ദേവി എവിടെയാണോ ഇരിക്കുന്നത് ഈ ചണ്ഡികാദേവി എവിടെയാണോ ഇരിക്കുന്നത് ആ ദിക്കിലേക്ക് പുറപ്പെട്ടു എന്ന് അർത്ഥം. ഇനി അടുത്ത ശ്ലോകം. തത പ്രഥമമേവാഗ്രേ ശരശക്തിർഷ്ടിവൃഷ്ടിഭിः വവർഷരുദ്ധതാമർഷാംസ്താം ദേവീം അമരാരയഃ. ഇനി തതഃ അമരാരയ ഇവിടെ അമരന്മാർ ദേവന്മാരാണ്, അവരുടെ അരിയാണ് അരി ശത്രു. അമരാരയ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ശത്രുക്കൾ അതായത് അസുരന്മാർ. തതഃ അനന്തരം ഈ അസുരന്മാർ അതായത് ശുംഭാദി അസുരന്മാർ ഉദ്ധതാമർഷാഹ ഉദ്ധതമായ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ഉദ്ധതമായ അമർഷത്തോടു കൂടിയവർ വർദ്ധിച്ചിരിക്കുന്ന കോപത്തോടു കൂടിയവരായിട്ട് പ്രഥമം ഏവ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ താം ദേവീം അഗ്രേ ആ ദേവിയുടെ ഉരസിൽ അഗ്രേ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉരസിൽ എന്നാണ്. ശരശക്തിവൃഷ്ടിഭിः ശക്തി വൃഷ്ടി വൃഷ്ടിഭിः ബാണങ്ങളുടെയും വേലുകളുടെയും ശരം ബാണം അമ്പ് ശക്തി വേല് വൃഷ്ടി എന്ന് പറഞ്ഞാൽ വൃദ്ധി കൂട്ടം എന്നാണ് ഇവിടെ.
അതായത് സമൃദ്ധിയായി വർഷിച്ചു എന്നർത്ഥം. അതായത് ബാണങ്ങളുടെയും വേലുകളുടെയും ഇഷ്ടികളുടെയും അതായത് കൂട്ടങ്ങളെ കൊണ്ട് വളരെയധികം വേഗത്തിൽ, അതായത് ഇടമുറിയാതെ വർഷിച്ചു എന്നർത്ഥം. വൃഷ്ടിഭിഹി എന്ന് പറഞ്ഞാൽ വൃഷ്ടി, മഴയെ നമ്മൾ വൃഷ്ടി എന്ന് പറയും. അതിവൃഷ്ടി എന്ന് പറയത്തില്ലേ, അനാവൃഷ്ടി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ പെട്ടെന്ന് വേലുകൾ, വൃഷ്ടികൾ ഇവയുടെ കൂട്ടങ്ങളെ വർഷിച്ച് ആ ചണ്ഡികാദേവിയെ മൂടി എന്നർത്ഥം. മഴ പോലെ ഈ ആയുധങ്ങളെല്ലാം ദേവിയുടെ മേൽ അഗ്രേ, ദേവിയുടെ ഉരസിൽ വർഷിച്ചു എന്നർത്ഥം. ഇനി സാചതാൻ പ്രഹിതാൻ ബാണാൻ ശൂലശക്തി പരശ്വധാൻ ചിച്ഛേദലീലയാത്മാദധനുർമുക്തൈർമഹേഷുഭിः. സാച ആ ദേവിയും താൻ പ്രഹിതാൻ ബാണാൻ അവരാൽ പ്രയോഗിക്കപ്പെട്ട ശരങ്ങളെയും ശൂലം ശക്തി പരശ്വധാൻ, ശൂലശക്തി പരശ്വധാൻ, ശൂലം തന്നെ, ശക്തി വേല്, പരശു എന്ന് പറഞ്ഞാൽ കോടാലി പോലത്തെ ആ ആയുധമാണ്, മഴു. പരശ്വധാൻ ആ അവകളെയും ആ ആയുധങ്ങളെയും ലീലയ വളരെ സില്ലിയായിട്ട് കളിയായിട്ട് ആധ്മാദധനുർമുക്തൈ, ആധ്മാദധനുർമുക്തൈ എന്ന് പറഞ്ഞാൽ ശബ്ദത്തോടുകൂടിയ വില്ലിൽ നിന്ന് അയക്കപ്പെട്ട മഹേഷുഭിഹി ചിച്ഛേദ. മഹേഷു ഇഷുധി എന്ന് പറഞ്ഞാൽ ബാണങ്ങളാണെന്ന് നമ്മൾ നേരത്തെ ഈ വാക്കുകളെല്ലാം പഠിച്ചിട്ടുണ്ട്. മഹാബാണങ്ങളെ കൊണ്ട് മുറിച്ചു. അതായത് ഈ അസുരന്മാരയച്ച എല്ലാ ആയുധങ്ങളെയും, അവർ അയച്ചിട്ടുള്ള എല്ലാ ആയുധങ്ങളെയും, അതായത് ബാണം, ഇഷ്ടി, ശൂലം, ഇതെല്ലാം ഈ വേല, ഇതെല്ലാം അവർ ഈ ദേവി പെട്ടെന്ന് തന്നെ കളിയായിട്ട് വളരെ സില്ലിയായിട്ട് വളരെ നിസ്സാരഭാവത്തിൽ ആ ഒരു വില്ലിൽ നിന്ന് പുറപ്പെടുവിച്ച ആ മഹാബാണങ്ങളെ കൊണ്ട് മുറിച്ചു കളഞ്ഞു എന്നാണ് അർത്ഥം. കുഠാരങ്ങളും മറ്റു ആയുധങ്ങളും അനായാസേന ഞാണല് നിമിത്തം ഉണ്ടായ ശബ്ദത്തോടു കൂടിയ വില്ലിൽ നിന്ന് അയക്കപ്പെട്ട ആ അമ്പുകളെ കൊണ്ട് മുറിച്ചു കളഞ്ഞു എന്നാണ്. ഇനി അടുത്ത ശ്ലോകം. തസ്യാഗ്രതസ്തഥാ കാളി ശൂലപാദവിദാരിതാൻ ഖഡ്വാംഗബോധിതാംശാന്യാൻ കുർവതീ വ്യജരത്തത. ഇനി തഥാ അപ്പോൾ, തഥ അതുപോലെ തന്നെ, തഥാ അപ്പോൾ, തഥാ അതുപോലെ തന്നെ കാളീദേവി, കാളി ശൂലപാദവിദാരിതാൻ ശൂലായുധം കൊണ്ട്, ശൂലായുധം പതിപ്പിച്ചിട്ട്, ശൂലപാദം എന്ന് പറഞ്ഞാൽ ശൂലം കൊണ്ടുള്ള ആ പാദം പതിപ്പിച്ചിട്ട്, വിദാരിതാൻ എന്ന് പറഞ്ഞാൽ പിളർന്നു പോയി. ശൂലം കൊണ്ട് ശൂലായുധം കൊണ്ട് ആക്രമിച്ചപ്പോൾ ആ രണ്ടായി പിളർന്നു പോയി എന്നർത്ഥം. അന്യാൻ മറ്റു ചില അസുരന്മാരെ ഖഡ്വാംഗബോധിതാൻ ച, ഖഡ്വാംഗം നമുക്കറിയാം അസ്ഥികൾ കൊണ്ടുള്ള ഒരു ആയുധമാണെന്ന് നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. ആ ആയുധം കൊണ്ട് ഹിംസിക്കപ്പെട്ടവരാക്കി എന്ന് പറഞ്ഞാൽ വധിച്ചു കളഞ്ഞു എന്നർത്ഥം. കുർവതി അങ്ങനെ ചെയ്തു, അതായത് വധിച്ചു കളഞ്ഞു. ഖഡ്വാംഗബോധിതാൻ ച ആ വിശിഷ്ട ആയുധം കൊണ്ട് വധിച്ചു കളഞ്ഞു. തസ്യാഹ അഗ്രത വ്യജരത് ആ ദേവിയുടെ മുമ്പിൽ, അഗ്രത എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന മുമ്പിൽ എന്നാണ്. വ്യജരത് സഞ്ചരിച്ചു. അപ്പോൾ ദേവി ഇങ്ങനെ വളരെ ഈസിയായിട്ട് ഈ ആയുധം കൊണ്ട് അസുരന്മാരെയൊക്കെ വധിച്ചിട്ട് ഇങ്ങനെ വെല്ലും പിടിച്ച് അവരുടെ മുമ്പിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചു എന്നർത്ഥം. ഇനി ആ ദേവീ ദാനവ യുദ്ധത്തിൽ നടക്കുമ്പോൾ കാളി ശത്രുക്കളായ അസുരന്മാരെ ഇങ്ങനെ ശൂലം ഉപയോഗിച്ച് പിളർന്ന് കളഞ്ഞു. മറ്റു ചിലരെ ഖഡ്വാംഗം കൊണ്ട് മർദ്ദിച്ചും ഇങ്ങനെ ദേവീ സന്നിധിയിൽ ഇങ്ങനെ അവരെ വളരെ ഈസിയായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. ഇനി അടുത്തത് കമണ്ഡലുജലാക്ഷേപഹതവീര്യ അൻഹത ഊജസ ബ്രഹ്മാണി ജാഗരോച്ഛത്രൂൻ യേന യേന സ്മധാവതി. ബ്രഹ്മാണി, ബ്രഹ്മശക്തിയാണ് ബ്രഹ്മാണി അല്ലേ. ബ്രഹ്മാണിയും ഏന ഏന ധാവതി സ്മ, ഏന ഏന എന്ന് പറഞ്ഞാൽ ഏതേത് ദിക്കിൽ കൂടി, ധാവതി സ്മ വേഗത്തിൽ സഞ്ചരിച്ചുവോ അവിടെ സ്മ അവിടെ. കമണ്ഡലു ജലാക്ഷേപഹത വീര്യാൻ, അപ്പോൾ ബ്രഹ്മാവാണ്. കമണ്ഡലവും അതായത് ജലപാത്രവും ജപമാലയുമാണ് ഈ ബ്രഹ്മശക്തി. അതായത് ഇവിടെ ബ്രഹ്മശക്തി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മാവിൻ്റെ സഹധർമ്മിണി സരസ്വതി ദേവിയല്ലേ. സരസ്വതിയുടെ കയ്യിലല്ലേ പുസ്തക ജപപടഹസ്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകവും മാലയും ജപമാലയും സരസ്വതി ദേവിയുടെ കയ്യിലില്ലേ. അതുകൊണ്ട് ബ്രഹ്മശക്തി സരസ്വതി ദേവിയായും ഇല്ലേ. ഏന ഏന ധാവതി സ്മ ഏതേത് ദിക്കിൽ കൂടി വേഗത്തിൽ സഞ്ചരിച്ചുവോ അവിടെ. കമണ്ഡലു ജലാക്ഷേപഹത വീര്യാൻ കമണ്ഡലുവിൽ നിന്ന് എടുക്കുന്ന ജലം കൊണ്ടുള്ള പ്രോഷണം നിമിത്തം, അതായത് ഈ കമണ്ഡലുവിലെ ഈ ജലമെടുത്ത് അവർ ഇങ്ങനെ
കുടഞ്ഞുകൊണ്ടിരുന്നു, അതായത് തളിച്ചുകൊണ്ടിരുന്നു. ജലം കൊണ്ടുള്ള പ്രോഷണം നിമിത്തം വീര്യമില്ലാത്തവരാക്കി. ആരെങ്കിലും ഈ ആക്രമണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ദേഹത്തെല്ലാം ഈ കമണ്ടലുവിൽ നിന്ന് ജലമെടുത്ത് അവരുടെ മേൽ ഇങ്ങനെ തളിച്ചപ്പോൾ അവരെല്ലാം ഓജസ്സില്ലാത്ത, അതായത് വീര്യമില്ലാത്തവരായി മാറി എന്നർത്ഥം. ഈ ബ്രാഹ്മി ശക്തിയായ ദേവിയാണ് ആ ദാനവ യുദ്ധത്തിൽ ഇങ്ങനെ ചെയ്തത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. മാഹേശ്വരി ത്രിശൂലേന തഥാ ചക്രേണ വൈഷ്ണവി ദൈത്യാൻ ജഘാന കൗമാരി തഥാ ശക്തിയാതികോപന. ഇവിടെ മാഹേശ്വരി ത്രിശൂലം കൊണ്ടും അതുപോലെ തഥാ പ്രകാരം തന്നെ വൈഷ്ണവി ചക്രേണ, വിഷ്ണുശക്തിയായ വൈഷ്ണവി ദേവി ചക്രം കൊണ്ടും തഥാ അതുപോലെ തന്നെ നമുക്കറിയാം വിഷ്ണുവിൻ്റെ കയ്യിൽ ചക്രമാണ് ആയുധമായിട്ട്, ഒരു വിരലിൽ ഇങ്ങനെ കറക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല, ആ ചക്രമാണ് ഇപ്പോൾ വൈഷ്ണവി ദേവി പ്രയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മഹേശ്വരൻ്റെ ത്രിശൂലമാണ് മാഹേശ്വരി ദേവി പ്രയോഗിച്ചത്. തഥാ അതികോപന എന്ന് പറഞ്ഞാൽ ഏറ്റവും കോപത്തോടു കൂടിയവളായ കൗമാരി കുമാരി ശക്തി ആരാണ്? സുബ്രഹ്മണ്യ ശക്തിയാണ്. ശക്തിയാ, വേലുകൊണ്ട്, ആ വേലാകുന്ന ആയുധം കൊണ്ടും ദൈത്യാൻ അസുരന്മാരെ ജഘാന നിഗ്രഹിച്ചു. ആ യുദ്ധത്തിൽ മാഹേശ്വരി, അതായത് ദേവി ഇങ്ങനെ ഉദ്ധതയായി നിൽക്കുന്ന മഹേശ്വര ശക്തിയായ ദേവി അതികോപത്തോടു കൂടിയവളായിട്ട് ത്രിശൂലം കൊണ്ടും അതുപോലെ അതികോപിഷ്ഠയായ വൈഷ്ണവി ശക്തി ചക്രം കൊണ്ടും അപ്രകാരം തന്നെ സുബ്രഹ്മണ്യ ശക്തിയായ ആ കൗമാരി ശക്തി അത്യുഗ്രകോപത്തോടു കൂടി വേലായുധം കൊണ്ടും അസുരന്മാരെ ഓരോരുത്തരായി വധിച്ചു എന്നർത്ഥം. ഇവിടെ മാഹേശ്വരി, വൈഷ്ണവി, കൗമാരി ഈ 3 ശക്തികളും ത്രിശൂലം, ചക്രം, വേൽ ഈ ആയുധങ്ങളെ കൊണ്ട് ആ യുദ്ധത്തിൽ കാണിച്ച ആ പരാക്രമത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഐന്ദ്രീകുലിശപാതേന ശതശോ ദൈത്യദാനവാഹ പേതുർവിദാരിത ഭൂമൗ രുധിരൗഘപ്രവർഷിണ. ഐന്ദ്രി എന്ന് പറഞ്ഞാൽ ഇന്ദ്രശക്തിയാണ്. കുലിശപാതേന എന്ന് പറഞ്ഞാൽ ഇവിടെ കുലിശം കൊണ്ടുള്ള പാദം, അതായത് ആഘാതം നിമിത്തം. ഇവിടെ ഇന്ദ്രാണി ദേവിയുടെ കയ്യിൽ, ഐന്ദ്രീ ശക്തിയുടെ കയ്യിൽ വജ്രായുധമാണ്. ഇന്ദ്രൻ്റെ വജ്രായുധം എടുത്ത് ഐരാവതത്തിൻ്റെ പുറത്ത് കയറിയാണ് ആ ദേവി എഴുന്നള്ളിയിരിക്കുന്നതെന്ന് നമ്മൾ വായിച്ചായിരുന്നു അല്ലേ. ഐന്ദ്രി ഇവിടെ ആ ഇന്ദ്രശക്തിയുടെ വജ്രായുധം കൊണ്ടുള്ള ആഘാതം നിമിത്തവും ശതശഃ ദൈത്യദാനവഃ, ശതശഃ എന്ന് പറഞ്ഞാൽ 100 കണക്കിന്, അസംഖ്യം ദൈത്യന്മാരും ദാനവന്മാരും, അതായത് രണ്ടും അസുരന്മാർ തന്നെ. നമ്മൾ പല കാസ്റ്റ് പറയുന്ന പോലെയാണ്, ഓരോ വംശത്തിലുള്ളവരെയാണ് ദൈത്യന്മാർ ദാനവന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിദാരിതാഹ എന്ന് പറഞ്ഞാൽ വജ്രായുധം കൊണ്ട് വെട്ടി പിളർക്കപ്പെട്ടവരായിട്ട്, മുറിഞ്ഞുപോയി കഷ്ണങ്ങളായിട്ട്. രുധിരൗഘ പ്രവർഷിണ, ധാരധാരയായി രക്തത്തെ ഇങ്ങനെ, പ്രവർഷിണ എന്ന് പറഞ്ഞാൽ വർഷിച്ചു, മഴ പെയ്യുന്നത് പോലെ, ഇങ്ങനെ നദികൾ ഒഴുകുന്നത് പോലെയാണ് അസുരന്മാരുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഭൂമോ പേതുഹു, യുദ്ധഭൂമിയിലേക്ക് ഇങ്ങനെ പതിച്ചുകൊണ്ടിരുന്നു. ധാരധാരയായി രക്തത്തെ വർഷിച്ചുകൊണ്ട് ഇങ്ങനെ ഈ അനേകം അസംഖ്യം അസുരന്മാരും ദാനവന്മാരും ഈ വജ്രായുധം കൊണ്ടുള്ള പാദം, അതായത് ആഘാതമേറ്റിട്ട് ഭൂമിയിൽ പതിച്ചുകൊണ്ടിരുന്നു എന്ന് സാരം. ഇനി അടുത്തത്, ഇനി ഇവിടെ ദൈത്യന്മാർ എന്ന് പറഞ്ഞാൽ ദിതിയിൽ നിന്ന് ജനിച്ചവരാണ്. കശ്യപൻ്റെ, അതായത് ദക്ഷപുത്രിയാണ് ദിതി, അവരെയാണ് ദൈത്യന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാനവന്മാർ എന്ന് പറഞ്ഞാൽ ധനുവിൽ നിന്ന് ജനിച്ചവർ. ഇത് മാതാവിനെ ഉദ്ദേശിച്ചാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ ജാതി പറയുന്ന പോലെ അവർ ഓരോ വംശത്തിൽ നിന്ന് ജനിച്ചവരെയാണ്. ദാനവൻ ധനുവിൽ നിന്ന്, ദാനവർ എന്ന് പറഞ്ഞാൽ ധനുവിൽ നിന്ന് ജനിച്ചവർ, ദിതിയിൽ നിന്ന് ജനിച്ചവർ ദൈത്യന്മാർ. രണ്ടും രാക്ഷസന്മാർ, അസുരന്മാർ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ മാതാക്കളിൽ നിന്നുള്ള ആ വംശ പേരാണ് അവർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മാത്രം. ഇനി ഇതിൽ നമുക്കറിയാം കശിപുവും ഹിരണ്യാക്ഷനും ഈ ദിതിയുടെ ഇരട്ട പ്രസവിച്ച മക്കളാണ്. അത് നമുക്ക് വരാഹപുരാണത്തിൽ അതിനെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. കേൾക്കേണ്ടവർക്ക് വരാഹപുരാണം എന്ന് നോക്കിയാൽ കിട്ടും. അത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ശ്ലോകം. തുണ്ടപ്രഹാര വിധ്വസ്ത ദംഷ്ട്രാഗ്രക്ഷത വക്ഷസഃ വാരാഹമൂർത്തിയാന്യപദം ചക്രേണ ച വിദാരിതാഹ. ഇവിടെ വരാഹമൂർത്തി നമ്മൾ പറഞ്ഞു, വരാഹമൂർത്തിയുടെ ഉത്ഭവം, വരാഹമായിട്ട് വിഷ്ണു അവതരിച്ചത് അതും വൈഷ്ണവീ ശക്തി തന്നെയാണ്, വിഷ്ണു ശക്തി തന്നെയാണ്. നമുക്കറിയാം ഭൂമിയെ വീണ്ടെടുത്തു. ഈ ഹിരണ്യകശിപു ഈ ഭൂമിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി
പാതാള ലോകത്ത് നിന്ന് രസാതലത്തിലേക്ക് കൊണ്ടുപോയി ഒളിപ്പിച്ചപ്പോൾ, രസാതലം എന്ന് പറഞ്ഞ് അറിയാമല്ലോ 14 ലോകങ്ങളിലൊന്നാണ്, അവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചപ്പോൾ അതിനെ വീണ്ടെടുക്കാനായിട്ട് വിഷ്ണു വരാഹമൂർത്തിയായി അവതരിച്ചു. ആ ശക്തിയാണ് വാരാഹി ശക്തിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അതായത് വരാഹം എന്ന് പറഞ്ഞാൽ സുകരം പന്നിയാണ് അല്ലേ, ആ വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണെന്നും നമുക്കറിയാം. അപ്പോൾ ആ വരാഹശക്തി ഇവിടെ തുണ്ടപ്രഹാര വിധ്വസ്ത, നമുക്കറിയാം ഈ പന്നിയുടെ മുമ്പിൽ തേറ്റ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് അതിൻ്റെ ആയുധം ശരിക്കും. അപ്പം ഇവിടെ മുഖം കൊണ്ടുള്ള അടിനിമിത്തം ആണ് ഇവിടെ അസുരന്മാർ വധിക്കപ്പെടുന്ന. ഏതേത് ദേവന്മാർ ഏതേത് ആഭൂഷണം ആകൃതി വാഹനം ധരിച്ചിട്ടുണ്ടോ അതോടുകൂടി വന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ വരാഹമൂർത്തിക്ക് ഇവിടെ അതിൻ്റെ ആകൃതി, വരാഹത്തിൻ്റെ ആകൃതി ആയതുകൊണ്ട് തന്നെ മുഖം കൊണ്ടുള്ള അടിനിമിത്തമാണ് ഇവിടെ ആസുരന്മാർ വധിക്കപ്പെടുന്നത്. ദംഷ്ട്രാഗ്രക്ഷതവക്ഷസ, ദംഷ്ട്രം, പന്നിക്ക് തേറ്റ എന്ന് പറയുന്ന 2 സാധനമുണ്ട്. ആ തേറ്റയിലാണ് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുപോയത് അല്ലേ. നമ്മൾ കാണുന്ന ചെറിയ പന്നിയല്ല കേട്ടോ, ഈ ഭൂമിയെ ഉയർത്താൻ പാകത്തിന് ഭീമാകാരമുള്ള പന്നിയാണ്. അതുകൊണ്ട് ദംഷ്ട്രാഗ്രക്ഷതവക്ഷസ, അതിൻ്റെ ദംഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ വരാഹത്തിൻ്റെ തേറ്റ കൊണ്ടുള്ള ആ തേറ്റകളുടെ ആ ദംഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഉളിപ്പല്ലിങ്ങനെ നീണ്ടിരിക്കുന്നതിന് തേറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ അഗ്രം കൊണ്ട് കീറപ്പെട്ട മാറിടത്തോട് കൂടിയത്. ക്ഷതവക്ഷസം, വക്ഷസം എന്ന് പറഞ്ഞാൽ വക്ഷസ് നെഞ്ചാണ്. ആ തേറ്റകളുടെ അല്ലെങ്കിൽ ദംഷ്ട്രങ്ങളുടെ അഗ്രങ്ങൾ കൊണ്ട് ഉള്ള ആക്രമണത്തിൽ മുറിഞ്ഞ മാറിടത്തോടു കൂടിയവരായിട്ട്. ചക്രേണ, ചക്രായുധം കൊണ്ട്, അത് വിഷ്ണുവിൻ്റെ ആയുധമാണ് ചക്രവും. വിദാരിതാൻച, ആ ചക്രം കൊണ്ടുള്ള അടിയേറ്റ് ആ ആഘാതം കൊണ്ട് മുറിക്കപ്പെട്ടു, പിളർക്കപ്പെട്ടു. ന്യപതൻ, ന്യപതൻ എന്നാണ്, പതിക്കപ്പെട്ടു. അപ്പം വരാഹമൂർത്തിയായ ദേവി ഈ വിഷ്ണു ഭഗവാന്റെ വരാഹാവതാരത്തിലുള്ള മൂർത്തിയായതുകൊണ്ട് ഇവിടെ മുഖം കൊണ്ടുള്ള ആ ദംഷകൾ കൊണ്ടുള്ള ആക്രമണത്തിൽ മാറിവിളർന്നും അതുപോലെ ചക്രായുധം കൊണ്ട് കീറിയിട്ടും അനേകം അസുരന്മാരെ യുദ്ധഭൂമിയിൽ ഈ വരാഹി മൂർത്തി പതിപ്പിച്ചു എന്ന് സാരം. ഇവിടെ വരാഹി മൂർത്തിയുടെ പരാക്രമമാണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത്. ഇവിടെ സപ്തമാതൃക്കളുണ്ട്, ഓരോരുത്തരെ ആയിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. നഖൈർവിദാരിതാംശ്ചാന്യാൻ ഭക്ഷയന്തി മഹാസുരാൻ നാരസിംഹീ ചരാജൗ നാഥാ പൂർണ്ണദിഗംബര. നാരസിംഹീ ചാരാജൗ നാഥാ പൂർണ്ണ ദിഗംബര. നാരസിംഹി, നരസിംഹശക്തി, മഹാസുരാൻ, മഹാസുരന്മാരെ. ഈ ശ്ലോകത്തിൽ നാരസിംഹിയെ പറ്റിയാണ് പറയുന്നത്. അതായത് നരസിംഹശക്തി, മഹാസുരാൻ, മഹാസുരന്മാരെ. നഖൈഹി വിദാരിതാൻ, നഖങ്ങളെ കൊണ്ട് കീറി എന്നാണ്. വിദാരിതൻ എന്ന് പറഞ്ഞാൽ കീറുകയും ചെയ്തു. അന്യാൻ, മറ്റു ചില അസുരന്മാരെ. ഭക്ഷയന്തി, ഭക്ഷിച്ചു കളഞ്ഞു. നാദാപൂർണ്ണ ദിഗംബര, ശബ്ദം കൊണ്ട് നാദം കൊണ്ട് പൂർണ്ണമായ ദിക്കുകളോട് ആകാശത്തോടും കൂടിയവളായിട്ട്, അതായത് വളരെയധികം വലിയ ശബ്ദത്തോടുകൂടി. ആജൗ ചചാര, ആ യുദ്ധത്തിൽ സഞ്ചരിച്ചു. ആ ചചാര എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു, ആജൗ ആ യുദ്ധത്തിൽ എന്നാണ്. ഇവിടെ ശബ്ദം കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിക്കുകളോടും ആകാശത്തോടും കൂടിയവളായിട്ട് എന്ന്. നാദാപൂർണ്ണ ദിഗംബര എന്ന് പറഞ്ഞാൽ അവളുടെ ആ നരസിംഹിയുടെ ആ ശബ്ദത്തിൽ, ആ ഗർജനത്തിൽ. നരസിംഹം നമുക്കറിയാം നരനും സിംഹവും ചേർന്ന രൂപമാണ് അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ ആ സിംഹത്തിൻ്റെ ഗർജനമാണ്, മുഖത്തു നിന്നല്ലേ ശബ്ദം വരിക. അപ്പോൾ മുഖം സിംഹത്തിൻ്റെ ആയതുകൊണ്ട് നാരസിംഹിയുടെ ഗർജനത്തിൽ ആ ദിഗന്ധങ്ങളെല്ലാം നടുങ്ങി വിറച്ചു. അത്ര വലിയ ഭയങ്കരമായ ശബ്ദത്തോടുകൂടി ഗർജിച്ചുകൊണ്ട് ആ യുദ്ധത്തിൽ അതിലെ സഞ്ചരിച്ചു എന്നാണ് അർത്ഥം. നരസിംഹാവതാരമായ വിഷ്ണു ഭഗവാന്റെ ശക്തിയായ മഹാവീര്യത്തോടുകൂടിയ ദേവതയാണ് നാരസിംഹി. അതായത് അസുരന്മാരെ നഖങ്ങളാകുന്ന നരസിംഹത്തിൻ്റെ ആയുധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കയ്യിലുള്ള നഖങ്ങളായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ നരസിംഹം ഹിരണ്യാക്ഷനെ വധിക്കുമ്പോൾ എന്നെ ആയുധങ്ങൾ കൊണ്ട് ആരും വധിക്കരുത്, പകലും രാത്രിയും വധിക്കരുത്, ആകാശത്തും ഭൂമിയിലും വെച്ച് വധിക്കരുത്, പക്ഷികളാലും മൃഗങ്ങളാലും ഞാൻ വധിക്കപ്പെടരുത്, ഇങ്ങനെ പല പല കണ്ടീഷൻസാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നരസിംഹത്തിന് ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ ചെയ്യുന്നത്? ആകാശത്തിലും ഭൂമിയിലും വെച്ച് വധിക്കാതെ സ്വന്തം മടിയിലേക്ക് എടുത്തു വെച്ചിട്ട്, അകത്തും പുറത്തും വെച്ച് വധിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഡോറിൻ്റെ വാതിൽ പടിയിൽ ഇരുന്നിട്ട് മടിയിലേക്ക് എടുത്തു വെച്ചാണ് സ്വന്തം കയ്യിലെ നഖങ്ങൾ കൊണ്ടാണ്
വലിച്ചു കീറി രണ്യാസുരനെ കൊല്ലുന്നത് ഓർമ്മയുണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നാരസിംഹി എന്ന ദേവി നഖങ്ങളാകുന്ന ആയുധങ്ങളെ കൊണ്ടാണ് കീറി മുറിച്ചാണ് മഹാസുരന്മാരെ കുറേ പേരെ ഭക്ഷിച്ചു, കുറേ പേരെ മുറിച്ച് താഴെയിട്ടു. അതുപോലെ ഗർജനം കൊണ്ട് ആ നാനാ ദിഗന്ധങ്ങളെയും നിറച്ചു എന്നേ അർത്ഥമുള്ളൂ. ഇനി അടുത്തത് നോക്കാം. ചണ്ഡാട്ടഹാസൈരസുരാഹ ശിവദൂത്യഭിദൂഷിതാഹ പേതുർവിദാരിതാ ഭൂമോ താംശഘാദാധ സാ തദാ. ആസുരന്മാർ ചണ്ഡാട്ടഹാസൈഹി, ചണ്ഡൻ്റെ അട്ടഹാസം, അതായത് ചണ്ഡൻ്റെ മഹാ അട്ടഹാസമാണ്, ഭയങ്കരമായ അട്ടഹാസം എന്നും എടുക്കാം, അല്ലെങ്കിൽ ചണ്ഡാസുരൻ്റെ അട്ടഹാസം എന്നും എടുക്കാം. നമുക്ക് ചണ്ഡാസുരനും മുണ്ടാസുരനും വധിക്കപ്പെട്ടതുകൊണ്ട് ഇവിടെ പ്രചണ്ഡമായ അട്ടഹാസം എന്നാണ് ശരിയായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഭയങ്കരമായ പ്രചണ്ഡമായ അട്ടഹാസങ്ങളെ കൊണ്ട് ശിവദൂത്യഭിദൂഷിതാഹ, ശിവദൂതിയാൽ മൂർച്ഛയെ പ്രാപിക്കപ്പെട്ടവരായി, അതായത് ഈ അട്ടഹാസ ശബ്ദങ്ങൾ കൊണ്ട് മൂർച്ഛയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തവരായി, അൺകോൺഷ്യസായി വീണു എന്നർത്ഥം. വിദാരിത, ഇനി വിദാരിത എന്ന് പറഞ്ഞാൽ പിളർക്കപ്പെട്ടവരായിട്ട്. ഭൂമൗ വേദുഹു, ഭൂമിയിൽ പതിച്ചു. അധ തദാസ, ഉടനെ തന്നെ ആ ശിവദൂതി ദേവി താൻ ഛഘാദ, അവരെ ഭക്ഷിച്ചു എന്നർത്ഥം. ഇങ്ങനെ ഭൂമിയിൽ വീണ ഉടനെ അവരെ എല്ലാം എടുത്തിട്ട് ഭക്ഷിച്ചു. അത് ശിവദൂതി. അപ്പോൾ അവിടെ വിദാരിതാഹ എന്നുള്ള വാക്കിന് ആ പിളർക്കപ്പെട്ടത് എന്നത് ശരിയായിട്ട് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അട്ടഹാസത്തിൻ്റെ ആ ശബ്ദം കേട്ട് മൂർച്ഛയെ പ്രാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ആഘാതമൊന്നും ഏൽക്കുന്നില്ല. ശബ്ദം കൊണ്ട് അവർ ഭയചകിതരായി, അൺകോൺഷ്യസായി, അതായത് ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താഴെ വീണവരെയാണ് ശിവദൂതി എന്ന ആ ദേവി എടുത്ത്. നമ്മൾ ഇന്ന് മുമ്പിലത്തെ ശ്ലോകത്തിൽ വായിച്ചു എന്തുകൊണ്ടാണ് ശിവദൂതി എന്ന് വിളിക്കപ്പെട്ടതെന്ന്. ആ പേര് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ദേവി അവരെ ഉടനെ തന്നെ താഴെ നിന്ന് എടുത്ത് ഭക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മൂർച്ഛയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് വീണു. അപ്പോൾ ആ ഭൂമിയിൽ വീണവരെ ദേവി ഉടനെ തന്നെ എടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. ഇനി അടുത്ത ശ്ലോകം. ഇതി മാതൃഗണം ക്രുദ്ധം മർദ്ദയന്തം മഹാസുരാൻ ദൃഷ്ട്വാഭ്യുപായൈർവിവിധൈർനേഷുർദേവാരി സൈനികാഹ. ഇതി വിവിധ, ഇങ്ങനെ പല വിധത്തിലുള്ള അഭ്യുപായൈഹി, യുദ്ധ ഉപായങ്ങളെ കൊണ്ട് മഹാസുരാൻ മർദ്ദയന്തം, മഹാസുരന്മാരെ മർദ്ദിക്കുന്ന, ക്രുദ്ധം മാതൃഗണം, കോപിച്ച ക്രുദ്ധരായ മാതൃഗണം. ഇവിടെ മാതൃഗണം എന്നുദ്ദേശിച്ചിരിക്കുന്നത് സപ്തമാതൃക്കൾ. ആ ദൃഷ്ട്വ, മാതൃക്കളെ കണ്ടിട്ട്, മാതൃഗണത്തെ കണ്ടിട്ട്, ദേവാരി സൈനികാഹ, ദേവാരി ദേവന്മാരുടെ അരി, ദേവന്മാരുടെ ശത്രുക്കൾ ആയ സൈനികാഹ, അസുര സൈന്യങ്ങൾ എന്നർത്ഥം. നേഷുഹു, നശിച്ചു, ഓടിപ്പോയി എന്നർത്ഥം. നേഷുഹു, നശിച്ചു എന്നിവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് അവരെല്ലാം പേടിച്ച് ഓടിപ്പോയി എന്ന്. പ്രകാരം പലവിധ യുദ്ധോപായം, അതായത് പല വിധത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ കൊണ്ടാണ് ഇവർ അസുരന്മാരെ ഈ സപ്തമാതൃക്കൾ നേരിട്ടത്. നമ്മൾ കണ്ടു ഓരോ മാതാക്കളും, അതായത് ഓരോ ശക്തികളും എങ്ങനെയാണ് അവരുടെ കയ്യിലുള്ള അതാത് ആയുധങ്ങൾ ഉപയോഗിച്ച് അസുരന്മാരെ നേരിട്ടതെന്ന് നമ്മൾ കണ്ടു, വായിച്ചറിഞ്ഞു. ആ ഉപായങ്ങൾ കണ്ടിട്ട്, ആ യുദ്ധരീതി കണ്ടിട്ട് ഇവരെല്ലാം ശേഷിച്ച അസുര സൈന്യങ്ങൾ ഓടിപ്പോയി എന്ന് അർത്ഥം. ബ്രഹ്മാണി, വൈഷ്ണവി, രൗദ്രി, കൗമാരി, ശിവദൂതിക, ഐന്ദ്രി, നാരസിംഹിക, വാരാഹി ച ഷഡ്മാതരഹ. ഇവിടെ ഷഡ്മാതരഹ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സപ്തമാതൃക്കളെ പറഞ്ഞു നിങ്ങളോട്. ഇതി മാതൃഗണം ക്രുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ക്രുദ്ധരായ മാതൃഗണത്തെ കണ്ടിട്ട്, ദേവീഗണത്തെ കണ്ടിട്ട് എന്നർത്ഥം. ഇത് ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്. പലായനപരാൻ ദൃഷ്ട്വാ ദൈത്യാൻ മാതൃഗണാർദ്ദിതാൻ യോധും അഭ്യായയൗ ക്രുദ്ധോ രക്തബീജോ മഹാസുരഃ. രക്തബീജ, നമുക്കറിയാം ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ രക്തബീജവധ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രക്തബീജൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ യുദ്ധം നടക്കുന്നത്. കോടി വീര്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 50 കോടി, അതുപോലെ തന്നെ ഈ രക്തബീജൻ്റെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് അസുരന്മാരാണ് യുദ്ധം ചെയ്യാനായിട്ട്